അസ്സലാമലൈക്കും വറഹമത്തുള്ള. ഒരു ഫിഫ കപ്പ് വേൾഡ് കപ്പ് കഴിഞ്ഞ് മദ്രസയിലേക്ക് ഇന്ന് പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേൾഡ് കപ്പിലൂടെ എന്തൊക്കെ പാഠങ്ങളാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് കിട്ടിയത്? അപ്പോൾ ഒരു കുട്ടിയോട് രസകരമായൊരു സംഭവം പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാത്രി കളി കാണാൻ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്, അവർക്ക് 481 കോടി, തോറ്റവർക്ക് 317 കോടി. ഞങ്ങൾക്ക് കിട്ടിയത് തലവേദന. ഞങ്ങൾക്ക് എന്താ കിട്ടിയത്? തലവേദന. മദ്രസയിൽ വന്നിട്ട് തലവേദനയായിട്ട് കിടക്കുകയാണ് കുട്ടികൾ. നമുക്കെന്തു കിട്ടി? തലവേദന കിട്ടി, വേറൊന്നും കിട്ടിയില്ല. ഇനി അതിന് ചികിത്സിക്കാൻ അവർ ക്യാഷ് കണ്ടെത്തണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ ഒരു വേൾഡ് കപ്പ് അതിലേക്ക് കുട്ടികളെയും എല്ലാവരും, സ്ത്രീകളടക്കം ഇതിനെ അഡിക്ഷനായിട്ട് വേൾഡ് കപ്പിൻ്റെ ഒരു മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഒരു സംഭവം, കുട്ടികൾ രാത്രി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഉറക്കമൊഴിഞ്ഞ് അവരുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആവേശം നിങ്ങൾ എന്തുകൊണ്ട് ഇബാദത്തിൽ കൊണ്ടുവരുന്നില്ല? റമളാൻ വന്നിട്ട് പോലും ഇതിനേക്കാളും വലിയ ഓഫർ, അല്ലാഹു തആല ഒരു നന്മക്ക് വലിയ ഓഫർ പ്രഖ്യാപിച്ച് പോലും 20ാം രാവിന് പോലും ഒരു 12 മണി മുതൽ 2:30 വരെ അല്ലെങ്കിൽ 2 മണിക്കൂർ രാത്രി ഉറക്കൊഴിഞ്ഞ് ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് അള്ളാഹ് ചോദിക്കൂലേ, എനിക്ക് ഇബാദത്ത് എടുത്തില്ലേ, അപ്പോൾ എനിക്ക് കഴിയൂല പഠിച്ചോൻ, ഞങ്ങൾ അതിനൊന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള ആവതില്ല, ആരോഗ്യമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെ? ഇനി വോയിസ് എവിടെ? ഇനി എവിടെ അതിനുള്ളൊരു വോയിസ് എവിടെ? റമളാൻ വരുമ്പോൾ രാത്രി ഉറക്കൊഴിഞ്ഞ് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ ഇനി നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഒരു വോയിസ് ഇല്ല. 2, പഠിക്കാൻ അല്ലേ, വേണമെങ്കിൽ പരീക്ഷകളൊക്കെ വരികയാണ്. ഉറക്കൊഴിഞ്ഞ് കുട്ടികൾ അധ്വാനിച്ച് പഠിക്കാൻ, ഈ ഫുട്ബോളിൻ്റെ ആവേശം എനിക്കുണ്ടെങ്കിൽ പഠിക്കാൻ കഴിയുമെന്നുള്ള, ഉറക്കൊഴിഞ്ഞ് പഠിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു പാഠം കൂടി ഇതിലുണ്ട്. 3ാമത്തൊരു പാഠം വലിയൊരു പാഠമാണ്. അവസാന സമയത്ത് മുത്തഖീങ്ങൾക്കാണ് വിജയം ഉണ്ടാവുക അല്ലേ? അന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് ശരിയാണോ, അത്രത്തോളം തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയപ്പെടുന്നു, ഈ തോറ്റ ടീം പല കളികളിലും റഫറിയുടെയും മറ്റുമൊക്കെ ചില സഹായങ്ങളെ കൊണ്ടാണ് വിജയിച്ചു പോകുന്നത്. അവർക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുപോലെയാണ്. നമ്മൾ കുറേ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയൊക്കെ ജീവിച്ചാൽ കുറേയൊക്കെ ഫസ്റ്റിലെത്തും, പക്ഷേ ഫൈനൽ അവസാന സമയത്ത് നല്ലോണം തുടക്കത്തിൽ സൂക്ഷ്മത പാലിച്ച് നല്ലവണ്ണം ജീവിച്ചവർ മാത്രമേ അവസാനം വിജയിക്കുകയുള്ളൂ. മറ്റൊരു പാഠം കൂടി അല്ലേ, അവസാനം ആക്കിബത്ത് നന്നാവണം എന്ന് പറയാറുണ്ട് അല്ലേ? എല്ലാ മഹാന്മാരും അലിയാക്കളും ഇപ്പോൾ നല്ലോണം ജീവിച്ചു, അവസാന സമയത്ത് മോശപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടതെങ്കിൽ അവൻ്റെ അവസ്ഥ അല്ലേ? നല്ലോണം ജീവിച്ച് അവസാനം ആത്മഹത്യ ചെയ്ത് മരിച്ചു, അവൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ? അപ്പം അവസാന സമയം, ഇന്നലെ 106ാമത്തെ മിനിറ്റിലാണ് ഗോളിട്ടത്. അതുപോലെ അവസാന നിമിഷം നമ്മുടെ നന്നാവണം, ആക്കിബത്ത് നന്നാവണം. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ തെറ്റുകളിൽ നിന്ന്, ആവശ്യമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കണം, ആക്കിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് കുട്ടികൾ നമ്മൾ ഈ കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് ചർച്ച ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് പ്രതിരോധിക്കേണ്ട, അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.